ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ബാനറിൽ രോഗികൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ട എന്ന്. പകരം സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങും. അതുവഴിയാകും ഇനി ആഹാര വിതരണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി. ആദ്യമായി ഈ തീരുമാനം നടപ്പിലാക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും. പൊതിച്ചോറിലൂടെ രാഷ്ട്രീയം തിരികെ കയറ്റാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയായി ഈ തീരുമാനം മാറുമെന്നാണ് വിലയിരുത്തൽ. പല ആളുകളും ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിക്കാം. പക്ഷേ ബാനറോ കൊടിയോ ഒന്നും പാടില്ല. ബാനർ കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രി എന്നാണ് തീരുമാനം വിശദീകരിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ. മന്ത്രിയുടെ ഈ തീരുമാനത്തിന് രാഷ്ട്രീയമായ പല മാനങ്ങളും ഉണ്ടെന്നതാണ് ഏറെ പ്രധാനം. മികച്ച ഒരു ആശയമാണ് മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കാരണം പല പാർട്ടികളും സംഘടനകളും തങ്ങളുടെ കൊടിയും ബാനറും കെട്ടി അതിന്റെ ചുവട്ടിൽ ആളുകൾ വരി നിന്നാണ് നിലവിൽ ഭക്ഷണം വാങ്ങുന്നത്. ആ രീതിക്ക് അന്ത്യം കുറിക്കുകയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഇനി ഭക്ഷണം വിതരണം ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവർക്ക് അത് കമ്മ്യൂണിറ്റി കിച്ചണിൽ ഏൽപ്പിക്കാം. രോഗികൾക്ക് ഉൾപ്പെടെ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത്. 10 വർഷത്തോളമായി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളതും. ദിവസവും ഓരോ വീടുകളിൽ നിന്നുമായി ശേഖരിച്ച് ലക്ഷക്കണക്കിന് പൊതിച്ചോറാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് വേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. സംഘടനകൾ അവരുടെ കൊടിയോ ബാനറോ ഇല്ലാതെയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. തങ്ങളാണിത് തരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ പാർട്ടിയുടെയും സംഘടനകളുടെയും അടയാളങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നതിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് ആശുപത്രിയിലെ പാർട്ടികളുടെ പൊതിച്ചോറ് വിതരണത്തെ അമ്പലപ്പുഴ MLA ജി സുധാകരൻ രൂക്ഷമായി വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ അന്നദാനം കൊടുക്കുകയാണ്, പിന്നെ സർക്കാരിന് ജോലി എന്താണ്? ഞങ്ങൾ ചോറ് കൊടുക്കുക, കഞ്ഞി കൊടുക്കുക എന്ന് പറഞ്ഞ് അവരുടെ കൊടിയും കുത്തും. ഇതെല്ലാം നീക്കണം. ഒരു പാർട്ടിയെയും അവിടെ കയറ്റരുത്. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർക്ക് വരാം. സംഘടനകൾ അവിടെ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് സർക്കാർ മെഡിക്കൽ കോളേജാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭക്ഷണ വിതരണം വേണ്ടെന്നത് ആശുപത്രി വികസന സമിതിയുടെ തീരുമാനമാണ്. അത് ലംഘിച്ചാണ് പലരും ഭക്ഷണം കൊടുക്കുന്നത്. ഈ പ്രസ്താവനയുടെ പേരിലാണ് അടുത്തിടെ സുധാകരനും CPM തമ്മിലുള്ള രാഷ്ട്രീയ പോര് ശക്തമായത്. സുധാകരന്റെ ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തുകയും പരസ്പരം പോർവിളി മുഴക്കുകയും എല്ലാം ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.